അത് ഏത് വർഷത്തിലായിരുന്നു? 67 കല്യാണം. 67 കല്യാണം ഉറപ്പിച്ച്. അപ്പൊ ജ്യേഷ്ഠന്റെ വീട്ടില് ഞങ്ങൾ ഒന്നിച്ചിരുന്നു. അപ്പൊ ജ്യേഷ്ഠനോട് പറഞ്ഞ ഞാൻ വേറെ ഇരിക്കുകയാണ്, 68 വേറെ ഞങ്ങൾ വേറെ ഇരിക്കുകയാണ്, ഞാൻ ഇതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ജ്യേഷ്ഠൻ വന്നിട്ട് ഒരു പീഡി തന്നു. ആ പീഡി തന്നുമ്പോൾ ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് അങ്ങനെ വീട്ടിലേക്ക് മാറി. 125 രൂപ വാടക, 2000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഞാൻ പോകുമ്പോ ഞാൻ പറഞ്ഞു, ഒരു 5-10 കൊല്ലമായിട്ട് ഞങ്ങളായിട്ട് ഇതുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞിട്ടോ എൻ്റെ കയ്യിൽ 35 ഉറുപ്പ്യുണ്ട്, ഇതാണ് എൻ്റെ കയ്യിലുള്ളത്, അത് നിങ്ങൾ എനിക്ക് സന്തോഷമായിട്ട് അംഗീകരിച്ച് തരണം എന്ന് പറഞ്ഞു. ശരി, ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വാടക പെരയിലേക്ക് പോന്നു. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങള്, ഒരു അഞ്ചൻ. അത് കഴിഞ്ഞ് അവിടുന്ന് അപ്പം ബിസിനസ് ഉണ്ട്. അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഒരു പീഡിയ മേടിച്ചു. സ്വന്തമായിട്ട് പഴയ മാർക്കറ്റിന്റെ കട അവിടെ തന്നെ, വീട് നാനത്തി വീതിയിൽ. അങ്ങനെ അവിടുന്ന് ബിസിനസ് കഴിഞ്ഞ് അവിടുന്ന് 3 കൊല്ലം കഴിയുമ്പോഴത്തേനും ഞാൻ ഒരു വീട് മേടിച്ചു. ഞാൻ അപ്പൊ കുറച്ചുകൂടി ബിസിനസ് കുറച്ചുകൂടി കൂടുതൽ ചെയ്യാമെന്നുള്ള മനസ്സിലാൻ ഉദ്ദേശം വന്നു നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യ അയൺഡേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഇട്ട്, സൗത്ത് ഇന്ത്യ അയൺ ട്രേഡേഴ്സ്. അതെ, അത് ഞാനും ആറിവ് മുഹമ്മദ് എന്ന് പറഞ്ഞ രണ്ടാളും കൂടിയിട്ട് ടയർ കമ്പനി ഇട്ട്, അല്ല ഇത് പഴയ സ്ക്രാപ്പ് കച്ചവടം ഇട്ട്. അതിൻ്റെ മുപ്പിട്ട് എറണാകുളത്ത് പഴയ പുതിയ ടയറൊക്കെ മേടിച്ച് കൊണ്ടുവരാറുണ്ട്. അന്ന് ആ കാലത്തൊക്കെ ടയറിന് വളരെ ഡിമാൻഡുള്ള സമയമാണ്. ആ സമയത്ത് കേരളത്തിൽ പോയിട്ട് ടയർ ലാരിയിൽ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്തു, ഒക്കെ നന്നായിട്ടിരിക്കുമ്പോൾ വേറെ വലിയൊരു ഗോഡൗൺ മാതിരി ഇടാന്ന് വെച്ചിട്ട് വിൻസെൻ്റ് റോഡിൽ ഒരു സൗത്ത് ഇന്ത്യ അയൺ ട്രേഡേഴ്സ് എന്നുള്ള ഒരു ഗോഡൗൺ ഇട്ട് 2 പേര് പാർട്ട്ണർ, ഞാനൊന്ന് ഒന്ന്. അങ്ങനെ ഞങ്ങൾ ബിസിനസ് ചെയ്തു. കാലിക്കറ്റിൽ ഇരുമ്പ്, കൽക്കി സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്, അവിടേക്ക് സ്ക്രാപ്പ് കയറ്റി. അപ്പോൾ VK മേനോനാണ് അതിൻ്റെ MD. അതെ, കൽക്കി സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ആ VK മേനോനാണ്. അയാൾക്ക് ഞങ്ങൾ സ്ക്രാപ്പൊക്കെ സപ്ലൈ ചെയ്തു. നല്ല നിലക്ക് ബിസിനസ്സൊക്കെ ഉയർന്നു. അപ്പോൾ വന്നിട്ട് ലോഡ്ജ് ഒന്ന് കെട്ടാ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം മേടിച്ചു. നിൽക്കുന്നത് അല്ല 30 സെന്റ് മേടിച്ചു. രണ്ടാളും കൂടി സൗത്ത് ഇന്ത്യ അയൺ ട്രേഡേഴ്സ് എന്ന് പേര് വെച്ചിട്ട് ആ സ്ഥലം മേടിച്ചു. 79 സ്ഥലം മേടിച്ചു. NM സലീം കാലിക്കറ്റ് ഒരു 110 റൂമോടെ ഒരു ലോഡ്ജിക്ക് ഒരു പ്ലാനിങ് ഇട്ടപ്പോൾ ലോൺ വേണം. അപ്പോൾ സൗത്ത് ഇന്ത്യ ബാങ്ക് തൃശ്ശൂർ അവരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ലോൺ വന്നിട്ട് 75 ലക്ഷം ഉറുപ്പ്യ അന്ന് വന്നു. കെട്ടി 4 ഫ്ലോർ കെട്ടി. രണ്ടാമത് കുറച്ച് പണം പോരായ വന്നു. അപ്പോൾ വന്നിട്ട് പോളേട്ടെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം അയാൾ ബാറുണ്ടെങ്കിൽ അത് ഓടുള്ളൂ അത് ബാങ്കർ പറഞ്ഞു, ഇനി എനിക്ക് ലോൺ തരില്ല. അപ്പം പോളേട്ടെന്ന് പറഞ്ഞ ആള് അവർ പറഞ്ഞ് അവിടുത്തെ ചെയർമാനോട് പറഞ്ഞു, സിറ്റി ടവർ നല്ല പാർട്ടിയാണ്, അവർക്ക് കൊടുക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പാടില്ല, റിട്ടേൺ ബാറുണ്ടെങ്കിൽ പണം റിട്ടേൺ വരുള്ളൂ. അപ്പം അയാൾ പറഞ്ഞു അതിന് ഞാനായി നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് തന്നു. അപ്പം ഒരു 15 കൊല്ലാണ് ടൈം തന്നു. അത് 13 കൊല്ലത്തിൽ തന്നെ ഞങ്ങൾ ആ ലോൺ അവസാനിപ്പിച്ചു. ഇപ്പൊ സിറ്റി ടവറിന് ഒരു ലോണും ഇല്ല, ലോൺ. അതിന് ശേഷം വന്നിട്ട് ആ ബിസിനസ് അങ്ങനെ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒരു കപ്പൽ മേടിച്ചു. കപ്പൽ അതായത് കാലിക്കറ്റ് വേപ്പൂർ കപ്പൽ വന്നു നിന്നു. വേപ്പൂരിൽ നിന്ന് അന്ന് നല്ല കാറ്റിന് വന്നിട്ട് ആ കപ്പല് ഇത് പൊട്ടിച്ചിട്ട് ചങ്ങല പൊട്ടിച്ചിട്ട് ചാലിയം പോയി അണഞ്ഞു. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിർത്തില്ല. അപ്പൊ അവിടുത്തെ ഗവൺമെന്റാണ് ഈ കപ്പൽ തുറമുഖത്തിൽ ഗവൺമെന്റാ ചെയ്യണത്. അപ്പൊ ആ ഗവൺമെന്റ് വന്നിട്ട് ലേലത്തിൽ വിട്ടു. അപ്പൊ ആ ലേലത്തിൽ ഞങ്ങൾ പിടിച്ചു.
$2000 ടണ്ണ് കപ്പല് ഒന്നിച്ചെടുത്തു. ഞങ്ങൾ അവിടെ താമസിച്ചു. കോഴിക്കോടല്ല, ചാലിയോ. അവിടെ ഒരു വീടെടുത്തു. അതെടുത്ത് ഡെയിലി ലോഡ് ഇങ്ങോട്ട് കയറ്റിയിട്ട് വരും. അത് 1 കൊല്ലം സമയം പിടിച്ചു. അതെ അതെ അതെ. അത് ഞങ്ങൾക്ക് തന്ന VKS മേനോൻ എന്ന് പറഞ്ഞൊരാളാണ്. അതെ അതെ, അയാളാണ് ഇതും തന്ന അയാളാണ്. അയാൾ പിന്നെ പങ്കജാസ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഹോട്ടലിൽ പരിപൂർണമായിട്ട് 110 റൂം ഞങ്ങൾ പണിതു. Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy, brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vaidakar, Trivandrum. Mobile 9633685838. Mobile King, Basement, Pentamenaga, Ernakulam. Mobile ഫോണുകളുടെ അതിവിശാലമായ ഷോറൂം. മൊബൈലുകളുടെ ജനപ്രിയ ബ്രാൻഡുകളായ നോക്കിയ, സോണി എറിക്സൺ, ഒനിഡ, വീഡിയോകോൺ, ഫ്ലൈ, സാംസങ്, LG, HTC, ബ്ലാക്ക്ബെറി എന്നീ കമ്പനികളുടെ എല്ലാവിധ മോഡലുകളും ലഭ്യമാകുന്ന എറണാകുളത്തെ വിശ്വസ്ത സ്ഥാപനം മൊബൈൽ കിങ്, ബേസ്മെന്റ്, പെന്റാമെനക, എറണാകുളം. GJ Properties Cherthala, a villa township with international amenities, elegant building design with superior construction standards, choice of 4 elevation with different plot sizes, Vastu compliant, reputed builders, only 25 minutes drive through NH47 from Whiteland Junction to Cochin. GJ Properties Cherthala, the premium class villas. A heaven of ornaments and fancy items. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy, TN Samruddhi, Vaidakar, Trivandrum. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ രണ്ടാളാണ് പാർട്ട്ണർ. ഞാനൊന്ന്, ആറുമുതൽ ഞങ്ങൾ ഈക്വൽ പാർട്ട്ണർ. പിന്നെ ഇതിന്റെ ശാഖയായിട്ട് 3 മണ്ഡപം കേച്ചേരിയിൽ 3 മണ്ഡപം. ഞങ്ങൾ രണ്ടാളും കൂടി 45 കൊല്ലത്തെ പാർട്ട്ണർഷിപ്പാ. ഇത് തന്നെ ഒരു എന്താ പറയാ, നല്ലൊരു ബന്ധത്തിന് ഒരു എക്സാമ്പിൾ ആണ്. 45 കൊല്ലത്തിന് എല്ലാ ഫാമിലി, എൻ്റെ ഫാമിലി, ഞങ്ങൾ രണ്ടാളും ജ്യേഷ്ഠനഞ്ചന്മാരായിട്ട് ജീവിക്കണം. അയാൾ ജ്യേഷ്ഠൻ, ഞാൻ അഞ്ചനായിട്ട് ജീവിക്കുന്നുണ്ട്. അത് മരിക്കുന്നവരെ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് മരിച്ച് പിരിയണമെന്നാണ് ഞങ്ങൾ രണ്ടു കുടുംബത്തിൻ്റെ ആഗ്രഹം. അതിനുശേഷം വേറെ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അയൺ ബിസിനസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഒരു മരം മില്ലുണ്ട്, സ്വന്തം മില്ലുണ്ട്. ഗണപതി GP തിയേറ്ററിൻ്റെ അടുത്ത്. പിന്നെ തനിക്ക് ജോലി നടത്തുന്നുണ്ട്, അതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പിന്നെ ലീ ഷോറൂം നടത്തുന്നുണ്ട്. പിന്നെ ഒരു 2 മണ്ഡപം സ്വന്തമായിട്ട് വേറെ വേലൂർ മേടിച്ചിട്ടുണ്ട്. പിന്നെ കേച്ചേരി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ലോഡ്ജ് ഉണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. അതെ അതെ, അത് സമൂഹം ചെയ്യുന്നുണ്ട്. 3 മാസത്തിലൊരിക്കൽ 3 മാസത്തിലൊരിക്കൽ അത് ചെയ്യുന്നുണ്ട്. 5 പവൻ കൊടുക്കുന്നുണ്ട്. 5 പവനും പിന്നെ വീട്ടിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ്, ഒരു പാത്രങ്ങള്, കട്ടില്, ബീരോ, ബെഡൊക്കെ കൊടുക്കുന്നത്. ഇത് തന്നെ ആയല്ലോ, ഒരു കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നല്ലോ. എന്നുവെച്ചാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒത്തിരി ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ഇവരെന്നെ. അതല്ലേ. പിന്നെ അതിൽ പ്രസിഡന്റാണ് ഞാൻ. പിന്നെ അത് കോവ സിറ്റി ബൈത്തുൽ വെൽഫെയർ ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഞാനതിന് പ്രസിഡന്റ്, മറ്റുള്ള എല്ലാവരും കൂട്ടിയിട്ട് നടത്തുന്നത്. പിന്നെ കോവ സിറ്റി വെൽഫെയർ ആദരവട്ടൂർ മയ്യം, ആരുമില്ലാത്തവർക്ക് അടക്കലം കൊടുക്കുക. അത് മാസം 500 രൂപ വെച്ച് 100 ആൾക്ക് 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ മാസവും. 60 വയസ്സായിട്ട് മേലുള്ളവർക്ക്, ജോലി എടുക്കാൻ പറ്റാത്തവർക്ക് 500 രൂപ വെച്ച് മാസം കൊടുക്കുന്നത്. അതും ഇത് ഈ സംഘടനയിൽപ്പെട്ടാണ്. എത്ര മക്കളാണുള്ളത്? എനിക്ക് വന്നിട്ട് 4 മക്കള്, ഒരാണ് 3 പെണ്ണ്. അവരൊക്കെ ഈ ബിസിനസ് നോക്കി നടത്താൻ, അവരിപ്പോ ബിസിനസ്, മകൻ ഒരാള് സുഖമില്ലാണ്ട് ഇരിക്കുക. പിന്നെ 3 പെൺകുട്ടികൾ, അവരൊക്കെ കെട്ടിച്ചു. ഒന്ന് വന്നിട്ട് മൂത്ത മകള് കൊടുത്ത് കക്കോടൻ മൂസാജി എന്ന് പറയും, വയനാട്. 2ാമത്തെ മകൾക്ക്
3 ആൺകുട്ടികളാ. അത് ശരി. അവരെവിടെയാണ്? അവരിവിടെ ആർഎസ്പുരത്ത്. അവര് SA സർവീസ് എന്ന് പറയും, പാലക്കാട് ബസ് റൂട്ട്. 3ാമത്തെ മകള് നൂർസേട്ട് ബിഡി. അബ്ദുൽ ഖാദർ. മകൻ ഗുരുവായൂരിന്ന് എലൈറ്റ് ഹോട്ടലുണ്ടല്ലോ, എലൈറ്റ് യാസീൻ അവരുടെ പെങ്ങളാണ്. എന്നാലും സാറിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമാവട്ടെ. കുറെ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. ബിക്കോസ് സാറിന്റെ സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ ഒട്ടേറെ പാവപ്പെട്ട ആൾക്കാർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്നുണ്ട്. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എപ്പോഴും ഇതേ നല്ല സ്ട്രെങ്തോടെ ഈ സ്നേഹത്തോടെ വെക്കട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം.